ഗസയിൽ വെടിനിർത്തൽ എത്രയും വേഗത്തിലാക്കണമെന്നും വെടിനിർത്തൽ കരാറിലെ നിർദ്ദേശങ്ങൾ എത്രയും പെട്ടെന്ന് പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെടുകയാണ് ഇസ്രായേലി പൗരന്മാരും ഉദ്യോഗസ്ഥരും ചെയ്യുന്നത്. പക്ഷേ ഇതിനെ തുടർന്നുണ്ടാകുന്ന ഭരണവിരുദ്ധ പ്രതിഷേധങ്ങളെയെല്ലാം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവഗണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഇസ്രായേലി ഉദ്യോഗസ്ഥരുടെയും ജനറൽമാരുടെയും എല്ലാം നിർദ്ദേശങ്ങളെ നെതന്യാഹു പരിപൂർണമായും അവഗണിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഒരു വെടിനിർത്തൽ കരാർ അനിവാര്യമാണെന്ന് വാദിക്കുന്ന ഇസ്രായേലിന്റെ നയതന്ത്ര ഉദ്യോഗസ്ഥരെല്ലാം സമാധാനം പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെടുന്നതിന് പിന്നിലും ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഫലസ്തീനികളെ കൊടിയ വംശഹത്യയ്ക്ക് ഇരകളാക്കുന്ന സയനിസ്റ്റ് സൈന്യം ഒരേ സമയം ഹൂത്തികളിൽ നിന്നും ഹിസ്ബുള്ളയിൽ നിന്നും ശക്തമായിട്ടുള്ള ഭീഷണി നേരിടുന്നുണ്ട്. യുദ്ധത്തിലേർപ്പെട്ട് എത്ര കാലം ഒരു രാജ്യത്തിന് ഇങ്ങനെ മുന്നോട്ട് പോകാനാവും? അക്കാര്യത്തിൽ ഇസ്രായേൽ ഉദ്യോഗസ്ഥർക്കടക്കം വലിയ രീതിയിലുള്ള ആശങ്കയുമുണ്ട്. ഫലസ്തീൻ പ്രതിരോധ പ്രസ്ഥാനത്തിന്റെ വെടിനിർത്തൽ നിർദ്ദേശങ്ങളെ അംഗീകരിക്കുന്നത് വഴി ഹമാസിനോട് അടിയറവ് പറയുകയാണോ ഇസ്രായേൽ ചെയ്യുന്നതെന്ന ചർച്ചകളും ഏറെ സജീവമാണ്. അത്തരത്തിലൊരു ചർച്ച പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവന്നത് ഇസ്രായേലിന്റെ ഒരു മന്ത്രി തന്നെയാണ്. അതിനിടെ ഇസ്രായേൽ അമേരിക്കൻ വിരുദ്ധ താല്പര്യങ്ങളെ മുൻനിർത്തി പ്രതിരോധം കടുപ്പിച്ചിരിക്കുന്ന ഹൂത്തികൾ അറബിക്കടലിലും ഏദൻ ഉൾക്കടലിലും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഉടമസ്ഥതയിലുള്ള 3 കപ്പലുകളെയാണ് ആക്രമിച്ചിരിക്കുന്നത്. മെഴ്സ്ക്, സെന്റോസ, മാർത്തോപോളിസ്, MSC പട്നാരി തുടങ്ങിയ കപ്പലുകളെയാണ് ലക്ഷ്യം വെച്ചതെന്ന് ഹൂത്തി സൈനിക വക്താവ് യഹിയ സാരി അൽ മസീറ TV സംപ്രേഷണം ചെയ്ത ടെലിവിഷൻ പ്രസംഗത്തിലൂടെ പറയുന്നുണ്ട്. ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് US കപ്പലായ മെഴ്സ്ക് സെന്റോസയെ ലക്ഷ്യമാക്കി ഹൂത്തികൾ അറബിക്കടലിൽ മുന്നേറ്റം കുറിച്ചുവെന്ന് യഹിയ സാരി പറഞ്ഞതായി സിൻഹുവ വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ തുറമുഖത്ത് പ്രവേശിക്കാൻ ശ്രമിച്ച മാർട്ടോപോളിസ് എന്ന കപ്പലിനെ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. ഇതായിരുന്നു രണ്ടാമത്തെ തങ്ങളുടെ ഓപ്പറേഷൻ എന്നും യഹിയ സാരി വ്യക്തമാക്കുന്നുണ്ട്. നിരവധി ഡ്രോണുകൾ ഉപയോഗിച്ച് ഏദൻ ഉൾക്കടലിൽ ഇസ്രായേൽ കപ്പൽ MSC പട്നാരിയെ ആക്രമിച്ചതാണ് ഹൂത്തികളുടെ 3ാമത്തെ ഓപ്പറേഷൻ. 3 ഓപ്പറേഷനുകളും വിജയകരമായിരുന്നുവെന്ന വിലയിരുത്തലിലാണ് ഹൂത്തികളുള്ളത്. ഈ ആക്രമണങ്ങളെല്ലാം നേരിട്ടുള്ളതും കൃത്യതയുള്ളതുമായിരുന്നു എന്നും യഹിയ സാരി വിശദമാക്കി. ഗസ മുനമ്പിൽ ഫലസ്തീൻ ജനതയ്ക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ ചെങ്കടലിലെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് ഹൂത്തികൾ. ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഹൂത്തികൾ നടത്തുന്ന ആക്രമണ പരമ്പരയിലെ ഏറ്റവും പുതിയ ആക്രമണമാണിത്. വടക്കൻ യമന്റെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്ന ഹൂത്തി സംഘം കപ്പൽ വിരുദ്ധ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് അമേരിക്കൻ ഇസ്രായേൽ കപ്പലുകളെ നിരന്തരം ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. ഹൂത്തികളെ പ്രതിരോധിക്കാൻ അമേരിക്ക നാവിക സഖ്യം രൂപീകരിച്ചെങ്കിലും അവയൊന്നും പരിപൂർണമായി വിജയിച്ചില്ല. കടലിൽ നിലയുറപ്പിച്ചിരിക്കുന്ന US ബ്രിട്ടീഷ് നാവിക സഖ്യം ജനുവരി മുതൽ ഹൂത്തികളുടെ ലക്ഷ്യങ്ങൾക്കെതിരെ വ്യോമാക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും നടത്തി വരികയാണ്. എന്നാൽ ഹൂത്തി ആക്രമണങ്ങൾ വിപുലീകരിക്കുന്നതിലേക്കും 10 മടങ്ങ് ശക്തമാക്കുന്നതിലേക്കുമാണ് ഇത് നയിച്ചത്. Waytonikah.com, the exclusive Muslim matrimonial site.